2 കോടി രൂപന്റെ മുകളിൽ വില വരുന്ന വോൾവോന്റെ. അപ്പം ഇതാണ് ഇതിന്റെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ബസ്സാണ് എൻ്റെ തൊട്ട് ബേക്കിലുള്ളത്. പുഞ്ചിരി ട്രാവൽസിൻ്റെ ലക്ഷറി ഫ്ലീറ്റിലോട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള വോൾവോ 9600 സ്ലീപ്പർ ബസ്സിൻ്റെ ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രം വഴി കൊല്ലത്തോട്ടുള്ള സർവീസാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ കുറച്ച് ലേറ്റായി പോയി, ഈ ബസ് സർവീസിലോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു 3 ആഴ്ചയോളമായി. അപ്പം ലേറ്റ് ആയാലും നമ്മൾ എന്തായാലും വീഡിയോ ചെയ്തിരിക്കും. അപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബസ് വോൾവോ B8R 15 മീറ്റർ മൾട്ടി ആക്സിൽ ഫുൾ സ്ലീപ്പർ ബസ്സാണ്. ഇതിൽ 42 സ്ലീപ്പർ ബർത്തുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബസ്സിൽ ഗ്രാഫിക്സ് ചെയ്തിരിക്കുന്നത് മലയാളത്തിൽ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ആവേശം മൂവിയിലെ രംഗണ്ണന്റെ കഥാപാത്രം ചെയ്ത ഫഹദ് ഫാസിലിന്റെ ഒരു പോർട്രേറ്റ് ആണ് കേട്ടോ സൈഡിൽ. ഇത് ഭയങ്കര ഹിറ്റായിരുന്നു, പടവും ഹിറ്റായിരുന്നു, ഈ ബസ് ഇറങ്ങിയ സമയത്ത് ബസ്സും ഹിറ്റായിരുന്നു. ബസ്സിന്റെ ഫ്രണ്ട് ഗ്ലാസ്സിൽ മുകളിൽ പുഞ്ചിരിന്റെ ഒരു ബ്രാൻഡിങ് നമുക്ക് കാണാൻ പറ്റും. ബസ്സിന്റെ കളർ തീം വരുന്നത് ബ്ലാക്ക് ആൻഡ് ഗ്രീനിലാണ് കേട്ടോ. വോൾവോൻ്റെ ഏറ്റവും എയറോഡൈനാമിക് ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു ബസ്സാണ് ഇത്. ഇതിൻ്റെ ഫ്രണ്ടൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡ്രാഗ് കുറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏറ്റവും നല്ല മൈലേജ് എഫിഷ്യൻസി തന്നിട്ട് ഏറ്റവും നല്ല സ്പീഡ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബസ്സിൻ്റെ സൈഡിൽ നമുക്ക് പച്ച കളറിലുള്ള ഫ്ലെയിംസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. രംഗണ്ണൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കിടിലം ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുഞ്ചിരി ട്രാവൽസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് ഇതിൻ്റെ ടിക്കറ്റ് ഏറ്റവും നല്ല ഓഫർ റേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അതേപോലെ പുഞ്ചിരിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് കേട്ടോ. നമ്മളങ്ങനെ കറക്റ്റ് 6 മണിയായപ്പോൾ ഇവിടുന്ന് പാർക്കിങ്ങിൽ നിന്ന് ഫസ്റ്റ് പിക്കപ്പ് പോയിന്റിലോട്ട് വണ്ടി എടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ബസ് ഇൻസ്റ്റഗ്രാമിൽ റീൽസിലൊക്കെ സൂപ്പർ ഹിറ്റായിരുന്നു. അപ്പോൾ നമ്മൾ റീൽസിൽ മാത്രം കണ്ട ബസ്സിലെ ട്രാവൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഇതിൻ്റെ ക്യാബിൻ എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി കാണാൻ വേണ്ടി പോകുന്നത്. ആവേശം ലിവറി കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും കത്തിക്കയറിയ സമയത്താണ് ഈ ഒരു വണ്ടി ഇറങ്ങിയത് കേട്ടോ. അപ്പം ഇത് ഇപ്പോഴും ഒരു ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലാണ് ഇവർ കൊണ്ടെടുക്കുന്നത്. വോൾവോൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 9600 നമ്മൾ ബ്ലാക്ക് കളർ തീമിൽ അധികം കണ്ടിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ ടിൻഡ് ചെയ്ത് വെച്ചത് കൊണ്ട് നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ വണ്ടിക്ക്. അപ്പോൾ ബസ് വരുന്ന എടുത്ത പാടെ തന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ക്യാബിനെല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചു. പാസഞ്ചേഴ്സ് എല്ലാം കയറുന്നതിന് മുമ്പേ സൂപ്പർ ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലുള്ള വോൾവോ 9600 42 ബർത്ത് 2x1 കോൺഫിഗറേഷനിലുള്ള ഒരു ഇന്റീരിയർ ആണ് കേട്ടോ ഇതിന് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കാണുന്ന ഇതാണ് വോൾവോന്റെ 9600 15 മീറ്റർ ബസ്സിന്റെ ഇന്റീരിയർ വരുന്നത്. ഇതിൽ 42 സ്ലീപ്പർ ബർത്തുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2 ഡെക്കായിട്ട്. ഈ സൈഡിൽ ഡബിൾ ബർത്തുകൾ വരുന്നുണ്ട്, അതേപോലെ ഈ സൈഡിൽ സിംഗിൾ ബർത്തുകളാണ് വരുന്നത്. വോൾവോന്റെ നമ്മൾ കണ്ട വൈറ്റ് തീമിൽ ഓറഞ്ച് റോസ് ആ കളറിലൊക്കെ കർട്ടൺ ഉണ്ട്. പക്ഷേ ഇതിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഒരു പച്ച കളർ കർട്ടൺ. ഇത് കുറച്ചുകൂടി നല്ല രസം തോന്നുന്നുണ്ട് കേട്ടോ. ഒരു ഈ കാർപ്പറ്റൊക്കെ ആയിട്ട് നല്ല മാച്ച് ആവുന്നുണ്ട്, വൈറ്റ് കളറുമായിട്ടും കുറച്ച് മാച്ച് ആവുന്നുണ്ട് കേട്ടോ. ഈ സൈഡിലാണ് ഡബിൾ ബർത്ത്, ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഡബിൾ ബർത്തുകളാണ്. അതായത് ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ കപ്പിൾസ് യാത്ര ചെയ്യുന്ന സമയത്ത് 3 പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അതായത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇതിൽ വരുന്നത് വൈറ്റ് കളർ ബെഡ്ഷീറ്റാണ്. അതേപോലെ ഈ ഒരു കളർ ബ്ലാങ്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പുഞ്ചിരി 9600 ബ്രാൻഡിങ് ഒക്കെ ഉള്ളൊരു ബ്ലാങ്കറ്റ് ആണ്. പിന്നെ അതേപോലെ ഫുൾ സൈസ് പില്ലോവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കുഷ്യനി പില്ലോ ആണ്, നല്ല അടിപൊളിയായ ഒരു പില്ലോവും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതിന് അറിയാത്തവർ ഡബിൾ ബർത്തിൽ പോവുകയാണെങ്കിൽ മീഡിയം കർട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വലിയൊരു ഗ്ലാസ് ആണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പുറത്തോട്ട് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ബാക്ക് സപ്പോർട്ട് നല്ലൊരു വോൾവോൻ്റെ ബ്രാൻഡിങ് ഒക്കെ ഉള്ളൊരു ബാക്ക് സപ്പോർട്ട് ഉണ്ട് നമ്മൾ ഇരുന്നിങ്ങായിട്ട് പോവുകയാണെങ്കിൽ കേട്ടോ. പിന്നെ ഈ സൈഡിൽ ഒരു ഫുൾ സൈസ് പ്ലഗ് കൊടുത്തിട്ടുണ്ട് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ. അതേപോലെ ഇതിൻ്റെ USB വേറൊരു ചാർജിങ് സംഭവം കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് അഡാപ്റ്റർ ഇല്ലാത്തവർക്ക് വേണ്ടി USB ഫുൾ സൈസ് പോർട്ട്, ഒരു പവർ ഡെലിവറി USB ടൈപ്പ് C പോർട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഈ ഭാഗത്തിലോട്ട് വരുന്ന നേരം ഇവിടെ ഒരു ലഗേജ് സ്റ്റോറിംഗ് ഡിവൈസ്, 4 AC വെന്റ്, 4 ബെർത്ത് ലാമ്പുകളും കൊടുത്തിട്ടുണ്ട്. ഇത് റീഡിംഗ് ലാമ്പ്, ഇത് ബെർത്ത് ലാമ്പ്. പിന്നെ ഈ സൈഡിൽ സ്ട്രിപ്പ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ വൈറ്റ് കളറ് ഇന്റീരിയേഴ്സ് ആണ്, ഫുള്ളി വൈറ്റ് ആണ് കേട്ടോ, നല്ല വൃത്തിയിൽ കൊണ്ടുനടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ കയറുന്ന പാസഞ്ചേഴ്സും ഇവരെ ഈ ഒരു നീറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. നമ്മൾ ചെരുപ്പൊന്നിട്ട് കയറാതിരിക്കുക. ഇതിൽ പലരും അങ്ങനെ കയറുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു അവയർനെസ് എന്നുള്ള രീതിയിൽ പറഞ്ഞാണ്. പിന്നെ അതേപോലെ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന പരിപാടികൾ ഇല്ലാതാക്കാൻ മാക്സിമം ശ്രമിക്കുക. സ്നാക്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ആ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് പോവുക. പിന്നെ സ്നാക്സുകൾ കഴിക്കുന്നതിന് കുഴപ്പമില്ല, കുക്ക്ഡ് ഫുഡ് ഉള്ളിൽ നിന്ന് കഴിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഒരു സിംഗിൾ ബെർത്തുകളിൽ വരുന്നത് നല്ല സ്പേഷ്യസ് ആണ് ഇവിടെയും. പിന്നെ ഇവിടെ പുറത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു എമർജൻസി സംഭവം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ലൈറ്റുകളെല്ലാം നമുക്ക് ഇവിടുന്ന് സ്വിച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഓഫാക്കിയാൽ ഓഫാവും, റീഡിംഗ് ലാമ്പ് ഓഫാക്കാൻ പറ്റുന്നുണ്ട്, എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ സീറ്റ് മാർക്കിംഗ് ഇതാ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. യു എന്ന് പറഞ്ഞാൽ അപ്പർ, എൽ എന്ന് പറഞ്ഞാൽ ലോവർ, SU എന്ന് പറഞ്ഞാൽ സൈഡ് അപ്പർ, SL എന്ന് പറഞ്ഞാൽ ലോവർ. അപ്പോൾ നമ്മളെ ട്രെയിനിലൊക്കെ ഉള്ള ആ സെയിം സിസ്റ്റം ആണ് കേട്ടോ ഇത്. ബസ്സിന്റെ ഏറ്റവും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് നോക്കുന്നതിനുള്ളൊരു വ്യൂ ഇതാണ് കേട്ടോ. ഇതെല്ലാ സീറ്റുകളും ഫോർവേഡ് ഫേസിങ് ആണ് കേട്ടോ. ഇതിന്റെ എൻജിൻ വരുന്നത് ഈ ഒരു സീറ്റിന്റെ താഴെയായിട്ടാണ് കേട്ടോ എൻജിൻ വരുന്നത്. അപ്പോൾ വോൾവോന്റെ B8R 346 ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻജിനാണ് ഇതിന്റെ അടിയിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു സൗണ്ട് വളരെ കുറവാണപ്പോൾ ഇങ്ങനെ കേൾക്കാൻ പറ്റുക ഉള്ളിലോട്ട്. നല്ല ക്യാബിൻ, അത്രയും സെക്യൂർ ക്യാബിനാണ് കേട്ടോ. നല്ല നോയ്സ് റിഡക്ഷൻ ഒക്കെ കൊടുത്തിട്ടുള്ളൊരു ക്യാബിനാണ്. പിന്നെ ഈ കാണുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എയർ ഫ്രഷ്നർ യൂണിറ്റ് ആണല്ലോ. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇത് ഓട്ടോമാറ്റിക്കലി ഇതിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. അപ്പോൾ ക്യാബിനുള്ളിൽ നല്ല സ്മെല്ല് ഓൾവേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ CCTV ക്യാമറ ആണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാ ബസ്സിലും ഇൻസ്റ്റാൾഡ് ആണ്. നമ്മൾ വണ്ടിയിലോട്ട് കയറി കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഡ്രൈവർ ക്യാബിന് വരുന്നത് കേട്ടോ. അപ്പോൾ ബസ്സിൻ്റെ ഈ സൈഡിൽ നോക്കുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ലൈറ്റ് കൺട്രോൾസ്, പിന്നെ റിവേഴ്സ് ക്യാമറ, പിന്നെ ഇതിൻ്റെ ഓപ്പറേഷൻ സംഭവങ്ങൾ, അങ്ങനത്തെ എല്ലാ ലൈറ്റിംഗ് സിസ്റ്റമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു സ്ക്രീന്, റിവേഴ്സ് ക്യാമറ സ്ക്രീൻ കേട്ടോ. പിന്നെ ഈ സൈഡിൽ ഈ ബട്ടണാണ് ഇതിൻ്റെ ഡോർ ഓപ്പറേറ്റ് ചെയ്യുന്ന ബട്ടണ്. പിന്നെ ഇതിൻ്റെ ഫയർ അലാറം സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ്. ഇത് വോൾവോൻ്റെ സർവീസ് അസിസ്റ്റൻസ്. പിന്നെ ഇവിടെ ഡ്രൈവർക്ക് ഉള്ള ഒരു യൂസ് ചെയ്യാനുള്ളൊരു മൊബൈൽ ചാർജർ പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഇതെല്ലാം ഇതിന്റെ ലൈറ്റ് കൺട്രോൾ ചെയ്യുന്ന സംഭവം. ഇത് 4 ഇൻഡിക്കേറ്റർ ബട്ടൺ ആണ്. ഇതിന്റെ ലൈറ്റിന്റെ പവർ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ബട്ടൺ ആണ് ഈ കാണുന്നത്. പിന്നെ ഇത് ഡിം, പാർക്ക്, ബ്രൈറ്റ്, അങ്ങനത്തെ എല്ലാ ലൈറ്റുകളാണ് ഇതിൽ വരുന്നത്. അപ്പം ഇതാണ് ഇതിന്റെ ഗിയർ വരുന്നത്. വോൾവോ ആദ്യമായിട്ട് ഐഷിഫ്റ്റ് ടെക്നോളജി കൊണ്ടുവന്ന ഗിയർ ബോക്സ് ഇതാണ്. 11R ഐഷിഫ്റ്റ് അല്ല, അത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് എന്നല്ലോ. ഇത് ഐഷിഫ്റ്റ് 12 സ്പീഡ് ഫോർവേഡ്, 4 സ്പീഡ് റിവേഴ്സും വരുന്ന ഗിയർ ബോക്സ് ആണ് ഇത് വരുന്നത്. ഇത് റിവേഴ്സ്, ന്യൂട്രൽ, ഓട്ടോമാറ്റിക്, മാനുവൽ, ഈ 4 ഓപ്ഷൻസ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ സ്റ്റീറിംഗ് വീല് ഈ കാണുന്നതാണ്. ഇതിൽ ഹോണ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഈ സ്റ്റീറിംഗ് വീല് ബസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര ലൈറ്റാണ് കേട്ടോ. ഇത്ര ഹെവി വണ്ടിൻ്റെ സ്റ്റീറിംഗ് വീലാണ് പറയില്ല, ഭയങ്കര ലൈറ്റാണ്. ഒരു വിരലുകൊണ്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡൈനാമിക് സ്റ്റീറിംഗ് ടെക്നോളജിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കാണുന്ന ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റ് വരുന്നത്. ഇതിൽ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇതിൻ്റെ സ്പീഡ് മീറ്റർ, ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ RPM മീറ്റർ, പിന്നെ ഫ്യൂവല്, വണ്ടിൻ്റെ ഹീറ്റ്, ടെർബോൻ്റെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സസ്പെൻഷൻ്റെ എയർ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടി ഇപ്പോൾ ഓടിയിരിക്കുന്നത് 28,737 കിലോമീറ്റർ ആണ് കേട്ടോ. പിന്നെ ഇതിൽ ന്യൂട്രൽ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇതിൻ്റെ ഗിയർ പൊസിഷൻ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡോർ ഇപ്പോൾ ഓപ്പൺ ആണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഡോർ ഓപ്പണിൻ്റെ സംഭവം കാണിക്കുന്നത് കേട്ടോ. നമ്മൾ ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരു ടൈമിൻ്റെ ഇത് കാണിക്കും, പിന്നെ ബാറ്ററി ഇത് കാണിക്കും. പിന്നെ വണ്ടി ഇപ്പം ഇത് കാണിക്കുന്നത് 1 മണിക്കൂർ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ എത്ര ലിറ്റർ ഡീസൽ ആവുന്നുള്ളതാണ്. 1 ലിറ്റർ പെർ ഹവറാണ് വണ്ടിൻ്റെ ഈ സ്റ്റാർട്ടിങ് കണ്ടീഷനിലുള്ള ഡീസൽ ബേണിങ് കാണിക്കുന്നത് കേട്ടോ, ഫ്യൂൽ കൺസപ്ഷൻ കാണിക്കുന്നത്. ഇത് വണ്ടി ഗിയറിലിട്ട് ഓടുന്ന സമയത്ത് അത് എത്ര ഫ്യൂൽ കൺസപ്ഷൻ തരുന്നതെന്ന് നമുക്ക് പറഞ്ഞുതരും. ഈ സൈഡിൽ ഈ കാണുന്നതാണ് പാർക്കിംഗ് ബ്രേക്ക്. ഇത് താഴ്ത്തി വെച്ചാൽ ബ്രേക്കിലാണ്, പൊന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് റിലീസാവും. പിന്നെ ഈ സംഭവങ്ങൾ ഇതിൻ്റെ ട്രാക്ഷൻ കൺട്രോൾ, സസ്പെൻഷൻ പൊക്കുന്നത്, താഴ്ത്തുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇതിൻ്റെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവം. പിന്നെ ഇതാണ് ഇതിൻ്റെ AC കൺട്രോൾ യൂണിറ്റ് വരുന്നത് കേട്ടോ. പിന്നെ വോൾവോൻ്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മുകളിൽ കാണുന്ന ഇതാണ് ഇതിൻ്റെ റിട്ടാർഡർ വരുന്നത്. റിട്ടാർഡർ 3 ഓപ്ഷനാണുള്ളത്, 1, 2, 3. അപ്പോൾ നമ്മൾ റിട്ടാർഡർ വലിച്ചു കഴിഞ്ഞാൽ എൻജിൻ ബ്രേക്ക് ആണ് ഈ റിട്ടാർഡർ ബ്രേക്ക് എന്ന് പറഞ്ഞ സംഭവം കേട്ടോ.
എൻജിൻ ബ്രേക്ക് എൻജിനിലോട്ടുള്ള എയർ സപ്ലൈ കട്ട് ചെയ്തിട്ട് എൻജിൻ സഡനായിട്ട് വണ്ടി അവിടെ നിൽക്കും. അത്രയും സൂപ്പർ ടെക്നോളജിയാണത്. വണ്ടിൻ്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂട്ടാനുള്ളതാണ്. വോൾവോൻ്റെ ബ്രേക്കിംഗ് വരുന്ന ABS വരുന്നുണ്ട്, ഇലക്ട്രോണിക് ബ്രേക്ക് സിസ്റ്റം EBS വരുന്നുണ്ട്, വോൾവോൻ്റെ അഡ്വാൻസ്ഡ് വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട്. ആ 3 ബ്രേക്ക് സിസ്റ്റമാണ് കേട്ടോ ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള വണ്ടി ഈ വോൾവോ തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഈ കാണുന്നത് ഇതിൻ്റെ മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള സംഭവങ്ങൾ, ഇൻഡിക്കേറ്റർ സംഭവങ്ങൾ ഇതൊക്കെയാണ്. ഈ കാണുന്നത് ഇതിൽ വൈപ്പറിൻ്റെ ഇതാണ് ഈ വലിയ ലിവർ. നമ്മളിതിനൊന്നും പറയാനില്ല, ഇത് വലിയ റിവർ റിട്ടാർഡറിനും ചെറിയ റിവർ ഇതിനും കൊടുക്കാൻ എന്നുള്ളത് കുറച്ചുകൂടി ഒരു ഇതുണ്ടാവും എന്ന് എനിക്ക് തോന്നി. ഇവിടെയാണ് ഇതിൻ്റെ കീ ഇടുന്ന സംഭവം വരുന്നത്. പിന്നെ ഇതിൻ്റെ ആക്സിലേറ്ററും ബ്രേക്കും ആണ് കാണുന്നത് കേട്ടോ. അപ്പം ഇത് ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് ആ 2 പെഡൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ക്ലച്ച് ഉണ്ടാവില്ല. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് ഫ്രീ ആയിരിക്കും. നമ്മളിപ്പോൾ ഉള്ളത് മടിവാളിലെ മെയിൻ പിക്കപ്പ് പോയിന്റിലാണ് കേട്ടോ. അപ്പം ചിന്നത്തമ്പി അണ്ണനാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡ്രൈവർ, ഒരാൾ രതീശേട്ടനുമാണ് കേട്ടോ. അപ്പം ഇവിടെയാണ് നമ്മളെ മെയിൻ പിക്കപ്പ് വരുന്നത്. പുഞ്ചിരി ട്രാവൽസിൻ്റെ ഒരു ഓഫീസ് ഉണ്ട് കേട്ടോ. അവർക്ക് ലോഞ്ച് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. മടിവാളയിൽ നിന്ന് ബോർഡ് ചെയ്യുന്നവർക്ക് ഇവിടെ ഈ താഴെ കാണുന്ന ഈ ഒരു സ്പേസിലാണ് കേട്ടോ ലോഞ്ച് കാര്യങ്ങൾ, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം. നമ്മൾ സിൽക്ക് ബോർഡ് ബോർഡിംഗ് പോയിന്റിലാണ് കേട്ടോ ഉള്ളത്. ഈ DHL ഓഫീസിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ബോർഡിംഗ് പോയിന്റ് വരുന്നത്. ഈ സൈഡിൽ നമുക്ക് ബൊമ്മനഹള്ളി മെട്രോൻ്റെ ഇതും കാണാൻ പറ്റും. ഇവിടുന്ന് ഈ ഒരു ലൈനിലാണ് ഉണ്ടാവുക ബസ്. കുറച്ച് ബാക്കിലാണ് നമ്മൾ നിർത്തേണ്ടത്. ഇന്ന് നല്ല തിരക്കായതുകൊണ്ട് ഇവിടെയാണ് നിർത്തിയത്. വണ്ടി രാത്രി കാണാൻ ഒരേ രസമാണ് കേട്ടോ. നമ്മളെ KSRTCൻ്റെ സ്വിഫ്റ്റ് B11R ട്രിവാൻഡ്രം വണ്ടിയാണെന്ന് തോന്നുന്നു. ട്രിവാൻഡ്രം ബാംഗ്ലൂർ നാഗർകോവിൽ വഴി പോകുന്ന വണ്ടിയാണ്. വിളിക്കോ ஒரு நாய் இருக்கு அந்த ரோட்ல ரோடு போனோமா பார்க்க பின்னே தான் அதில் ஓன சாப்பாடு சாப்பிடும். ஆமாம் புள்ளி கண்ண வேண்டிட்டு அതാണ് രതീഷ്. അലിയ ജാമ്യം മുன்னாடி ஒரு கத்தாழை வேண்டி சாப்பிடணும் கேட்டா. എല്ലാവരും ഓറഞ്ച് ആറഞ്ച് ആത്ര യാത്ര ഏതോ ഒന്ന് നമ്മളെ പ്രഷറാക്കിയത് തീർന്നു ഇല്ലടാ പാടിടാ. அடிடா கட்டு பைக் ഡൈവേഷൻ பார்த்தா
ഇതില്ല. എല്ലാം എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ട്. ശരവണ ഭവൻ ഹോട്ടലിലാണ് കേട്ടോ നിർത്തിയത്. തൊപ്പൂര് ടോളെത്തുന്നതിന് മുമ്പുള്ള ഹോട്ടലാണ് നിർത്തിയത്. വണ്ടി രാത്രി ലൈറ്റിൽ കാണാൻ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഒരു പച്ച കളറ്, പിന്നെ മുകളിലോടൊക്കെ ഫുൾ ബ്ലാക്ക്, സൈഡിൽ രംഗണ്ണൻ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഹൈറ്റുള്ള ഭാഗം, അതായത് 4 മീറ്റർ ഹൈറ്റുള്ള ഭാഗം ഈ ഒരു എൻജിൻ റൂമിൻ്റെ ഈ ഒരു സൈഡാണ്. അപ്പോൾ വോൾവോ B8R ഐഡിലിംഗ് പൊസിഷനിലുള്ള സൗണ്ട് ഭയങ്കര കുറവാണ് കേട്ടോ, വളരെ കുറവാണ്. പിന്നെ ഈ സൈഡിൽ വോൾവോൻ്റെ ലോഗോ, അതിൻ്റെ കൂടെ കുറച്ച് പച്ച ഡോട്ടുകൾ, ബാക്കിയെല്ലാം ബ്ലാക്കിലാണ് കേട്ടോ വരുന്നത്. വോൾവോ എന്ന് കാണാം സൈഡിൽ. അതിൻ്റെ അപ്പുറത്ത് 9600 കാണാം. വണ്ടിൻ്റെ നമ്പർ NL01B3406 ആണ് കേട്ടോ. മുകളിൽ പുഞ്ചിരിൻ്റെ ഒരു ബ്രാൻഡിങ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് കേട്ടോ ഇവരെ കസ്റ്റമർ കെയർ നമ്പേഴ്സ്. കൊല്ലം ഉള്ളതുകൊണ്ട്, ബാംഗ്ലൂർ ഉള്ളതുകൊണ്ട്. ബസ്സിൻ്റെ അപ്പുറം സൈഡിലും ഈ സെയിം ഗ്രാഫിക്സ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു പോർട്രേറ്റ് ഉള്ള സ്ഥലത്ത്, അതായത് ഫഹദ് ഫാസിലിൻ്റെ പോർട്രേറ്റ് ഉള്ള സ്ഥലത്തുള്ള വിൻഡോയിൽ നിന്ന് പോലും പുറത്തോട്ട് വ്യൂ ഉണ്ട് കേട്ടോ. സൈഡിലൂടെ നമുക്ക് പുറത്തോട്ട് വ്യൂ കിട്ടുന്നതായിരിക്കും കേട്ടോ. വീട്ടണികളാണ് മോശമായിട്ട് അണിയാൻ പറയുന്നത്. ഇത് അടുത്തത് അടുത്ത അണിയാണ് മോശമായിട്ട്. ഇതൊക്കെ അണി അടുത്തിട്ട് വീട്ടണി വല്ല സീനില്ല. അടുത്ത അണിയാണ് മോശമായിട്ട്. ഫുള്ള് ഇറക്കത്തുനിന്ന് വരുന്നത്. പോകുമാ പോകാറ് വിட മാட்டாங்க. இதுலதான் எல்லாரையும் எழுதியது இல்லை. இதுக்குள்ள வந்து வெங்காயம் படம் பார்த்துட்டே ஓடிப்பான். എക്സ്ട്രാ സർവീസാ.
ലെഫ്റ്റ് വണ്ടി വലിയ വരുന്നുണ്ടാവും. ലോറി ഉണ്ട്, ലോറി ലോറി ലോറി. ഈ ലോറി ഉണ്ടോ? ലെഫ്റ്റ്. അന്ന് നമ്മളെ കണ്ടിട്ടില്ല, കണ്ടിട്ടുണ്ട് ഇൻഡിക്കേറ്റർ ഇടും. അണ്ണാ കണ്ടിട്ടല്ലേ? ചവിട്ടത്തില്ലേ മാറി ഈ ഒരെണ്ണോടെ കാണണം. ഫ്രണ്ടിലതാ കാണുന്നേ. അല്ല അതുകൂടെ കൂടെ ഒരെണ്ണോടെ കാണണം. മൂന്നെണ്ണം പിതാ പോയി മാറി. കേരള സീതാടകിന് കയറി വന്നെയാണ്. ഇതിനുള്ളിൽ കയറിയാ? അല്ല ഇതാണ് അവിടുത്തെ ഹൗസ് ആ ഭാഗത്തുനിന്ന്
SR അല്ലേ? SRS ആണ്. ഞാൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് നിർത്തിയെന്ന് പറഞ്ഞാൽ എവിടെ ഡ്യൂട്ടി വേണം തിരുമംഗലത്താ എത്തിയാ വണ്ടിയാണോ അത്? ഇത് നമ്മളല്ല KSRTC. സർവീസാ 45-ല് ലെഫ്റ്റ്.
പോ. ആ ലെഫ്റ്റ്. ഇപ്പൊ എത്തും. പോണം. കണ്ണാടിയെല്ലാം കെട്ടി. ലെഫ്റ്റ്.
സമയം 2:52 ആയപ്പോൾ നമ്മൾ തിരുമംഗലം ടോളിലെത്തിയിട്ടുണ്ട്. ഇവിടെ ടോയ്ലറ്റ് ബ്രേക്ക് ആണ് കേട്ടോ. വണ്ടി നമ്മളൊരു 5 മിനിറ്റ് അഡ്വാൻസ് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. 3 മണിയാണ് ഇവിടുത്തെ സമയം. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് മടിവാളയിൽ നിന്ന് 8 മണിക്ക് എടുത്ത വണ്ടിയാണ് കേട്ടോ. ഈ സമയം ആകുമ്പോൾ നമ്മൾ മധുരയായിരുന്നു. രതീഷ് ചേട്ടനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരനെ ഞാൻ കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. പക്ഷേ പേര് പറയാൻ ഞാൻ സംഭവിപ്പിച്ചെടുത്തിട്ടുണ്ട്. 3 മണിയായപ്പോൾ നമ്മൾ ടോയ്ലറ്റ് ബ്രേക്ക് എല്ലാം കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ഇനി 6 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ നാഗർകോവിലെത്തും. தண்ணி இல்லாம என்ன பண்றது? ஒரு கேஜி கேட்ட கொடுக்க மாட்டேன்னு அதில் எடுக்க முடியாதா? அதில் எடுக்க முடியாது. ஃபுல்லாக லக்கேஜ் கீழே மாட்டி ഞാൻ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഉള്ളത് നാഗർകോവിലൊക്കെ കഴിഞ്ഞ് കേരള ബോർഡറായ കളിക്കാവിള എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇവിടെ നിന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് നമ്മൾ കേരളത്തിലോട്ട് കിടക്കുന്നത്. കേരളത്തിലോട്ട് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് മുകളിൽ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു ബോർഡ് കാണാൻ പറ്റും കേട്ടോ. വെൽക്കം ടു കേരള എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ്. സമയം ഇപ്പോൾ 6:54 നമ്മൾ ബാലരാമൂർ എത്തിയിട്ടുണ്ട്. നമ്മൾ 15 മിനിറ്റ് അഡ്വാൻസ് ആയിട്ടാണ് ഓടി വരുന്നത്. ടൈം ഇടാല്ലേ? ബാംഗ്ലൂർ ടു കൊല്ലം മാലൂർ സ്ലീപ്പർ അരിസ്റ്റോ ടൈം 7:08.
അരിസ്റ്റോ സെക്ഷൻ പറഞ്ഞേ. സമയം 7:09 നമ്മൾ ട്രിവാൻഡ്രം തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള അരിസ്റ്റോ സ്റ്റോപ്പിൽ എത്തിട്ടോ. അപ്പം ഇവിടെ സമയം വരുന്നത് 7:30 നമ്മൾ 20 മിനിറ്റ് അഡ്വാൻസിലാണ് കേട്ടോ ഒന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് 20 മിനിറ്റ് അഡ്വാൻസിൽ ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രം ഓടിയെത്തുന്നത് കേട്ടോ. അതും ഈ ഒരു ട്രാഫിക് ബ്ലോക്കൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇത്രയും 20 മിനിറ്റ് നേരത്തെ ഓടിയെത്തിട്ടോ. ഈ സാധനം V8R ആണെങ്കിൽ ഇത് വല്ലാത്തൊരു പവർഫുൾ മെഷീൻ തന്നെയാണ്. അപ്പോൾ ഇത്രയും ടൈമിംഗ് കീപ്പ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അത്രയും അടിപൊളി ഡ്രൈവേഴ്സ് ആയിരിക്കും ഇതിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും കൊള്ളാം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പുഞ്ചിരിൻ്റെ വണ്ടികളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഓൺ ടൈം എത്തുന്നതാണ്. വണ്ടി പകൽ വെളിച്ചത്തിൽ കാണാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ ബ്ലാക്കും ഗ്രീനും തീമിൽ വരുന്ന ഈ സംഭവം സൂപ്പറാണ്, ഒരു രക്ഷയില്ല. അതിൻ്റെ ഇടയിൽ വൈറ്റ് രീതിയിലുള്ള ഒരു പോർട്രേറ്റ് കൂടി ആവുന്ന സമയത്ത് ട്രിവാൻഡ്രത്ത് 7 മണിക്ക് മുമ്പ് എത്തേണ്ടവരുണ്ടെങ്കിൽ പുഞ്ചിരി ട്രാവൽസിൻ്റെ തന്നെ 6 മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് എടുക്കുന്ന വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ 5:30 ആവുന്ന നേരം നിങ്ങൾക്ക് ട്രിവാൻഡ്രം എത്താൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ ലുലു മാളിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകേണ്ടത്, അതുകൊണ്ടാണ് ഞാനിവിടെ ഇറങ്ങിയത്. ഈ ബസ് കൊല്ലം വരെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം 1/2 മണിക്കൂറോളം എയർലിയാണ് കേട്ടോ ഇവിടെ എത്തിയിരിക്കുന്നതെന്ന്. ഈ കാണുന്നതാണ് ട്രിവാൻഡ്രം ലുലു മാള്. ഇങ്ങോട്ടാണ് നമ്മളെ കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷൻ, ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കാൻ ഉണ്ടാവുള്ളൂ. 8 മണിക്കെല്ലാം ബാംഗ്ലൂരിൽ നിന്ന് എടുക്കുന്ന വണ്ടി, ഒരു വണ്ടി പോലും നമ്മളെ കൂടെ നമ്മളെത്തുന്ന സമയത്ത് ഇവിടെ എത്തൂല കേട്ടോ. അത് ഒരു രക്ഷയില്ലാത്തൊരു ട്രിപ്പ് തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ക്യാബിൻ റൈഡൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഈ ഒരു സമയത്ത് ലാസ്റ്റ് ബസ് ബാംഗ്ലൂരിൽ നിന്ന് ലാസ്റ്റ് ട്രിവാൻഡ്രത്തോട്ട് എടുക്കുന്ന പുഞ്ചിരി ട്രാവൽസിൻ്റെ ബസ്സാണിത്. അപ്പോൾ പുഞ്ചിരി ട്രാവൽസ് .in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കൂടെ കയറിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. റെഡ് ബസ്സിലുള്ള കണ്ടിൽ പെർ സീറ്റ് 200-250 രൂപ എല്ലാ ദിവസങ്ങളിലും കുറവുണ്ടാവും കേട്ടോ. 1300 രൂപ മുതൽ ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വീക്ക് ഡേയ്സിലൊക്കെ, വീക്കെൻഡിലൊക്കെ ഏകദേശം 1500-1600 രൂപ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ കിഡിലൻ ബസ് ട്രാവൽ എക്സ്പീരിയൻസ് വീഡിയോസൊക്കെ ഇനിയും വരുന്നതാണ്. അപ്പോൾ നമുക്ക് പുഞ്ചിരിൻ്റെ ഒരു സ്കാനിയ കൂടി വീഡിയോ എടുക്കാനുണ്ട്. നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഓവർടേക്ക് ചെയ്തിട്ട് വന്ന വണ്ടിയില്ലേ, ആ വണ്ടി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ വണ്ടിയോടെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ ഫ്രം ട്രിവാൻഡ്രം.